നമുക്കിന്ന് സോഫ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് ഒരു ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ്. അതിന് പ്രത്യേകമായിട്ടുള്ള കമ്പിയാണ് നമ്മളതിന് യൂസ് ചെയ്യണത്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അപ്പോൾ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെ ചെയ്യണത്. സോക്സിൻ്റെ ക്ലോത്ത് നമുക്ക് ഇതുപോലെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടറ്റം ഓപ്പൺ ആയിരിക്കും. ഇതിനെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് കത്രി വെച്ച് കട്ട് ചെയ്യണം. ഇതുപോലെ വിടർത്തിയെടുത്തതിന് ശേഷം നമ്മൾക്കതിനെ പെറ്റലിൻ്റെ സൈസ് അനുസരിച്ച് വേണം നമ്മൾ എടുക്കാൻ എപ്പോഴും. പിന്നെ നമുക്കിപ്പോൾ ഒരളവിൽ തന്നെ എടുക്കണം എന്നുണ്ടെങ്കിൽ, എല്ലാ പെറ്റലും ഒരേ അളവിൽ വരണം എന്നുണ്ടെങ്കിൽ ഇതിനൊന്ന് ഹാഫായിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഇതിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ 3 പീസാക്കാം. വീണ്ടും ഇങ്ങനെ 3 പീസാക്കി എടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് ഇങ്ങനൊരു 3 പീസാക്കാം. അപ്പോൾ അത് വളരെ ചെറിയൊരു പെറ്റലേ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ സാധാരണ നമ്മൾക്ക് ഒരളവിലേക്ക് കമ്പി നമ്മൾ ഒരളവിൽ എടുത്തു വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഞാനിപ്പോൾ അങ്ങനത്തെ ഒരു ഫ്ലവർ അല്ല ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തുണിയുടെ അളവ് എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതുപോലെ നമുക്ക് റീഫിൽ എന്തെങ്കിലും റോൾ ചെയ്യാൻ പറ്റിയൊരു സാധനം എടുക്കുക. എന്തെങ്കിലും സ്റ്റിക്ക് എന്തെങ്കിലും എടുത്താലും മതി. എന്നിട്ട് കമ്പി ഞാനിപ്പോൾ എല്ലാം ഒരേ അളവിൽ കട്ട് ചെയ്ത് വെച്ചേക്കാണ്. കമ്പിയാണ് ഞാൻ ഒരേ അളവിൽ എടുത്തേക്കണത്. കാരണം നമ്മൾ അതുപോലത്തെ ഒരു ഫ്ലവർ ചെയ്യുന്നത്. ഏകദേശം ഇപ്പോൾ ഇത്രയും ലെങ്ത്തിലെടുത്താലും അതിപ്പോൾ നമ്മളൊരു പെറ്റലൊന്ന് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വേണ്ട രീതിയിൽ അതിനെ കട്ട് ചെയ്ത് പിന്നെ എല്ലാം ഒരേ സൈസിൽ കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതിനെ നമ്മളൊന്ന് അറ്റത്ത് വെച്ചിട്ട് ഇനി അങ്ങോട്ട് ചുറ്റുക. ഇങ്ങനെ ചുമ്മാ ചുറ്റി കൊണ്ടുവന്നാൽ മതി. എന്നിട്ട് ഇതിങ്ങനെ അഴിച്ചെടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് അതിനെ കുറച്ചിങ്ങനെ അകത്തി സ്പ്രിങ് പോലെ തന്നെ ഇരിക്കട്ടെ. ഇങ്ങനെ എടുത്തിട്ട് ഇതിനെ അങ്ങ് കൊണ്ടുവന്ന് നമ്മളിതുപോലെ പെറ്റലിൻ്റെ ഷേപ്പിലേക്ക് ഇങ്ങനെ ചുറ്റി വയ്ക്കണം. ചെറിയ പെറ്റലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇതിപ്പോൾ നമുക്കത് വലിയ പെറ്റൽ വേണമെന്നുണ്ടെങ്കിൽ കമ്പി ലെങ്ത്ത് കൂട്ടിയിട്ട് വലിയ പെറ്റൽസ് എടുക്കാം നമുക്ക്. വളരെ ചെറിയ പെറ്റലെടുത്തത്. ഇതിപ്പോൾ നമുക്ക് ഞാൻ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിത് ഇങ്ങനെ പതുക്കെ വെച്ചിട്ട് എന്നിട്ട് പകുതി നോക്കി വയ്ക്കുക. എന്നിട്ട് അതിനിങ്ങോട്ട് ഫോൾഡ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് 2 സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ എടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ 2 സൈഡിൽ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു സൈഡിലേക്ക് മാത്രം പിടിക്കും. പിന്നെ ഒരു സൈഡിലേക്ക് മാത്രം പിടിച്ചാൽ മതി. കാരണം ഞാൻ കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇതല്ല, ആ തുണിയെല്ലാം കൂടെ എന്നെ ഒരു സൈഡിൽ പിടിച്ചേക്കാണ്. എന്നിട്ട് ഒന്ന് ചുറ്റണം പതുക്കെ. ഒറ്റ ചുറ്റിയുള്ളൂ. ഇപ്പോൾ നല്ല ടൈറ്റായിട്ട് ഇരിപ്പുണ്ടത്. ടൈറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഒരു ചുറ്റും കൂടി ചുറ്റിയെടുത്ത് ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് നമ്മൾ ത്രെഡ് എടുത്ത്, ഈ ത്രെഡ് നമ്പർ 10 ആണ്. നമ്മളെല്ലാ ഫ്ലോ മേക്കിങ്ങിലും ഈ നമ്പർ 10 തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു പീസ് ഇങ്ങനെ താഴേക്ക് വെച്ചിട്ട് മറ്റേ തുമ്പുകൊണ്ട് നമ്മൾ നല്ലോണം ചുറ്റിയെടുക്കുക. നല്ലോണം മുറുക്കി തന്നെ ചുറ്റണം. ഒരു കാരണവശാലും അഴിഞ്ഞു പോകരുത്. കാരണം നമ്മൾ ക്ലോത്ത് ഇങ്ങനെ ചുറ്റി വെച്ചേക്കണം. അപ്പോൾ ഇതിനെ നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. എന്നിട്ട് അത് നമ്മൾ നോട്ടിട്ടെടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഓരോ പെറ്റൽസും ഇങ്ങനെ ഇതുപോലെ ചുറ്റി. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഇത് ഒരു സൈഡിലേക്ക് ഇടാൻ പറഞ്ഞത് ഞാനിത് എളുപ്പത്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെങ്ങനെ കട്ട് ചെയ്യാൻ എളുപ്പമുണ്ടാവും. പിന്നെ ഇതിനിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ നമ്മൾ ഫ്ലവർ റെഡിയാക്കുമ്പോൾ അത് സെറ്റ് ചെയ്യണ സമയത്ത് ഒത്തിരി അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുമായിരിക്കും. പിന്നെ അതിൻ്റെ ഫിനിഷിങ്ങും കുറയും. ഇതല്ല, ക്ലോത്ത് വളരെ കുറച്ച് ക്ലോത്ത് ഞാനവിടെ എടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. അത് നമ്മുടെ ആവശ്യത്തിന് കുറച്ചും കൂടെ വേണമെങ്കിൽ പതുക്കെ വലിക്കണമെങ്കിൽ വലിക്കാം. അതുപോലെ നമുക്ക് ഇതിനെ പല ഷേപ്പിലോട്ട് ഇങ്ങനെ വളച്ച് വയ്ക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ പെറ്റൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഇത് ഫ്ലോ മേക്കിംഗ് വയറാണ്. ഇത് നമ്മളൊരു വയറെടുത്തിട്ട് അറ്റൊന്ന് പതുക്കെ ഒന്നിങ്ങനെ വളച്ച് വെച്ച് ഒരു പെറ്റലെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഷെയ്ഡുള്ള ക്ലോത്ത് എടുത്തുകൊണ്ട് അത് യെല്ലോയും ഓറഞ്ചും എല്ലാം മിക്സ് ചെയ്താണ് വരുന്നത്. നമ്മൾ അറ്റത്തേക്ക് നമുക്ക് ഡാർക്ക് കളർ, ഫസ്റ്റ് വയ്ക്കുന്ന ഡാർക്ക് കളർ എടുക്കാം. ശരിക്കും ഇതിനെയൊന്ന് പതുക്കെ ഒന്നിങ്ങനെ ചുറ്റി വെച്ചിട്ട് അറ്റം വേണമെങ്കിൽ നമുക്കൊന്ന് പതുക്കെ ഒന്ന് ചുറ്റി വയ്ക്കാം.
വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഞാനും കൂടി മടക്കി വെച്ചു. നടുക്കത്തെ പീസ് ആയതുകൊണ്ട് ഞാനതിനെ ചുമ്മാ ഒന്ന് മടക്കി വെച്ചു. നന്നായിട്ട് നൂലിട്ട് കെട്ടുക. ഓരോ പെറ്റലെടുക്കുമ്പോഴും നമ്മൾ നൂല് ഇതിന് നോട്ടിട്ട് തന്നെ പോകണം. നമുക്ക് അടുത്ത പെറ്റൽ വയ്ക്കാം. അതിങ്ങനെ പെറ്റൽ ഷേപ്പിലോട്ടാക്കി വളച്ച് വെച്ചിട്ട് അതിനെ ചുറ്റിയെടുത്ത് ഇനി അടുത്ത പെറ്റൽ ഇതിൽ നമുക്ക് ആവശ്യത്തിന് പെറ്റൽസ് വെച്ചാൽ മതി. ഇപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമുക്കാണെങ്കിൽ 3 മതിയെങ്കിൽ അങ്ങനെ മതി. അത് നമ്മൾക്ക് പൂവ് അങ്ങനെ ഭംഗിയായിട്ട് തോന്നുമ്പോൾ നമുക്ക് ആ പെറ്റൽസ് അത്രയും മതി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാതെ. എങ്ങനെയൊക്കെ ചെയ്താലും നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ആയിരിക്കും. ഇപ്പോൾ സോക്സിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് ചെയ്യണ എങ്ങനെ ചെയ്താലും രസമായിരിക്കും. ഇതിപ്പോൾ ഞാൻ ഇത്രയും ഫ്ലവേഴ്സ് പെറ്റൽസ് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇത്രയും പെറ്റൽസ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്കത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പെറ്റൽസിന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇത്രയും പെറ്റൽസ് വെച്ച് റെഡിയാക്കിയതിന് നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലവർ ടൈപ്പ് ചുറ്റണതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ അടിഭാഗം കുറച്ച് കട്ടി ഉണ്ടാവും. വേണ്ട, ഇതുപോലെ കുറച്ച് തിക്കായിട്ടിരിക്കുക. അപ്പോൾ നമുക്കവിടെ കാലിക്സ് വെച്ച് കൊടുക്കാം. എന്ന് വെച്ചാൽ കുറച്ച് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. കാലിക്സിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഫിനിക്സ് പേപ്പറാണത്. ഇത് എല്ലാ ഇപ്പോൾ ക്രാഫ്റ്റ് ഷോപ്പുകളിൽ നമുക്ക് ഈ ഫ്ലവർ മേക്കിങ്ങിൻ്റെ ഐറ്റംസ് കിട്ടുന്നിടത്ത് തന്നെ കിട്ടുന്നതാണ്. ഫ്ലവർ മേക്കിങ്ങിനുള്ളതാണ് ഫിനിക്സ് പേപ്പർ. അത് നമ്മൾ ഗ്രീൻ കളറിലെടുത്തിരിക്കുന്നത്. ഇനി ഇത്രയുള്ളൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്ത് ഒന്നും കൂടെ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതുപോലെ കിട്ടും. ഇതിപ്പോൾ ഞാൻ എളുപ്പത്തിന് ഇങ്ങനെ ചെയ്തതന്നേ ഉള്ളൂ. അതല്ലേ ഇനി ഓരോരോ പീസ് നമുക്ക് ആ കാലിക്സിൻ്റെ ഷേപ്പിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. പക്ഷേ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ അങ്ങോട്ട് മടക്കിയാകുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും പീസ് കിട്ടും. അപ്പോൾ നമുക്കിത് ഇത്രയും പീസ് കിട്ടിയാലും നമുക്ക് ചിലപ്പോൾ ഒരു ചെറിയ ഫ്ലവർ ആണെങ്കിൽ ഇത്രയും നമുക്ക് വേണ്ടി വരില്ല. അപ്പോൾ നമുക്കത് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫെവിക്കോൾ എടുത്തിട്ട് ഈ അരികിലേക്ക് ആദ്യം വെച്ച് കൊടുക്കാം. എത്ര വേണ്ടി വരാമെന്ന് അറിയില്ല. നമുക്ക് ആ വേണ്ടത് വെച്ചിട്ട് ബാക്കി നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇതിനെ അങ്ങോട്ട് ചുറ്റി കൊടുത്താൽ മതി. ഇങ്ങനെ ചുറ്റിനും വന്നിട്ട് ഓക്കെ. അടിഭാഗം നമുക്ക് ചുളുക്കി കൊടുക്കാൻ കുഴപ്പമില്ല. നമുക്ക് മുകളിലേക്ക് ഭംഗിയായിട്ടിരുന്നാൽ മതി. ബാക്കിയുള്ള പീസ് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞ് കുറച്ച് സമയമെടുത്ത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം.
ഫെവിക്കോൾ നല്ലോണം ഇട്ടിട്ട് നമ്മൾ ഓരോ പെറ്റലിലെ ഇത് ഒത്തിരി പെറ്റൽ ഒരു 5-6 പെറ്റൽ എടുത്തിട്ടുണ്ട് നമ്മൾ. അതിൻ്റെ ഓരോന്നിൻ്റെയും കുറേശ്ശെ നമ്മൾ പശ വെച്ചിട്ട് ഇങ്ങോട്ട് ചേർത്ത് വയ്ക്കണം. അറ്റത്ത് മാത്രം പശ വേണ്ട, ഓരോന്നിനും ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കണം. അതിന് ഞാൻ ഗ്ലൂ ഇട്ടിട്ടുണ്ട്, അതിനിങ്ങനെ ചേർത്ത് വയ്ക്കുക. പെട്ടെന്ന് ഒട്ടില്ല, കുറച്ച് താമസം ഉണ്ടാവും, കാരണം ഇത് ക്ലോത്ത് ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഒട്ടില്ല. പേപ്പർ പോലെയല്ല, നമ്മൾ പേപ്പറിലൊക്കെയാണ് ഈ ഫെവിക്കോൾ ഇട്ട് ഒട്ടിക്കുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടും. ഇപ്പോൾ കാലിക്സും നമ്മൾ വെച്ചിട്ടുണ്ട്, അതവിടെ ഇരുന്ന് ഉണങ്ങട്ടെ. അത് മാറ്റിക്കുക. അപ്പോഴത്തേക്ക് ഞാൻ ലീഫ് എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ലീഫ് എടുക്കുമ്പോഴും നമ്മൾ ഫിനിക്സ് പേപ്പർ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പീസ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലീഫിൻ്റെ ഷേപ്പിലേക്ക് കൈ കൊണ്ട് തന്നെ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നമുക്കിതുപോലെ ഒരു ഷേപ്പിൽ ആദ്യം ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ട് അത് വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലാ പീസും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരേ അളവിൽ ലീഫെല്ലാം കിട്ടും. ഒരേ അളവിൽ തന്നെ അങ്ങനെ കിട്ടണം നിർബന്ധമൊന്നുമില്ല, കാരണം കുറച്ച് ചെറുതും വലുതൊക്കെ ഇട്ടിരുന്നാലും കുഴപ്പമില്ല. ലീഫിനെ നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു ഷേപ്പിലേക്ക് എടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം നമുക്ക് ഇഷ്ടമുള്ള ലെങ്ത്തിലേക്ക് ഒരു കമ്പി എടുക്കുക. ലീഫിനേക്കാളും കുറച്ചും കൂടി നീളത്തിൽ വേണം. ലീഫിൻ്റെ സ്റ്റെമ്മാണത്. എന്നിട്ട് നമുക്കിതുപോലെ ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ നടുക്ക് പശ വെച്ച് കൊടുക്കണം. ലീഫിൻ്റെ നടുഭാഗം നോക്കിയിട്ട് ഇങ്ങനെ ഗ്ലൂ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ കമ്പി അങ്ങ് വയ്ക്കണം. ഈ കമ്പി വെച്ചിട്ട് നമ്മൾ വേറൊരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് സെയിം കളർ വരുന്ന രീതിയിൽ ഇങ്ങനെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ബാക്ക് സൈഡിൽ നമ്മൾ കമ്പി ഒട്ടിച്ചിട്ടുണ്ട്, അതിനെ കാണുകയില്ല. നമുക്ക് കമ്പി വേണം എപ്പോഴും, എന്നാലാണ് ലീഫിനെ നമുക്ക് വളച്ച് നമ്മുടെ ആവശ്യത്തിന് ഫ്ലെക്സിബിളായിട്ട് നമുക്ക് വളച്ചൊക്കെ വയ്ക്കാൻ പറ്റുള്ളൂ. ഇതിനൊട്ടിച്ചിട്ട് നമ്മൾ ആ ബാക്കിയുള്ള അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഫിനിഷിങ് വരുത്തണം. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇപ്പോൾ ലീഫ് റെഡിയായി. ഇത് വളരെ എളുപ്പമല്ലേ, ഒരു കമ്പി ബാക്കിൽ വെച്ച് ഒരു സ്ട്രിപ്പ് ഒട്ടിച്ച് കൊടുത്ത് സെയിം കളറിലോട്ട് ഒരു സ്ട്രിപ്പ് ഒട്ടിച്ച് കൊടുത്ത് ഇനി നമ്മളതിനെ ഫ്ലവർ ടേപ്പ് ചുറ്റിയെടുക്കണം. ഈ ലീഫിൻ്റെ സ്റ്റെമ്മിനെ നമ്മൾ ആദ്യം തന്നെ ഫ്ലവർ ടേപ്പ് ചുറ്റണം. ടേപ്പ് ചുറ്റിയിട്ട് ഇതൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ട് ചെയ്താൽ മതി കേട്ടോ. ബാക്ക് സൈഡൊക്കെ നല്ലോണം ഉണങ്ങിയതിന് ശേഷം മാത്രം ഇതിന് ടേപ്പൊക്കെ ചുറ്റിയെടുത്താൽ മതി. ഇത് നമ്മളിപ്പോൾ ഫ്ലവറിൽ കാലിക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഫ്ലവർ ടേപ്പ് ചുറ്റണം. നമ്മൾ ആ മോളിൽ നിന്ന് ടേപ്പ് ചുറ്റാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനി നമ്മൾ ടേപ്പ് ചുറ്റിക്കൊണ്ട് വരുന്നതിന് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വലിച്ച് ചുറ്റുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എത്ര ലീഫ് വേണമെങ്കിലും നമുക്കിതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഈ ലീഫിന് നമ്മളിങ്ങോട്ട് വയ്ക്കും, ഇങ്ങനെ വെച്ച് കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ ലീഫും ഫ്ലവറും തമ്മിൽ അറ്റാച്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മളിങ്ങനെ അങ്ങോട്ട് വെച്ച് പോകുമ്പോഴത്തേക്കും അതിന് ഫിനിഷിങ് ഉണ്ടാവും. ഇത് നമുക്ക് എത്ര ലീഫ് വേണമെങ്കിലും നമുക്കതിൽ വെച്ച് കൊടുക്കാൻ പറ്റും. ഇതുപോലെയാണ് നമ്മൾ ഇപ്പോൾ എത്ര ഫ്ലവർ എടുത്താലും അതിലേക്ക് ഇപ്പോൾ ഒരു ഫ്ലവറിൽ 2-3 ലീഫ് അറ്റാച്ച് ചെയ്ത് അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് പിന്നെ നമുക്ക് ബഞ്ചായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ വേറെ കളർ വെച്ചിട്ടാണ്, സിംഗിൾ കളറാണ്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ല ഇപ്പോൾ എങ്ങനെ ചെയ്യണമെന്നുള്ളത്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ലീഫ് നമുക്ക് ഇപ്പോൾ ലീഫ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ ലീഫ് വേണമെങ്കിൽ അത് തന്നെ അറ്റാച്ച് ചെയ്ത് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫ്രഷ് ലീവ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഡ്രൈ ലീവ്സിൻ്റെ കൂടെ അറേഞ്ച് ചെയ്ത് വെക്കാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഇത് മാത്രമായിട്ട് നിറയെ ഉണ്ടാക്കി വെച്ചാൽ നല്ല ഭംഗിയാണ്.
അപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കാമല്ലോ, ഇത് വളരെ എളുപ്പമല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം.